ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. എന്തിനാ പടക്കം പൊട്ടിച്ചെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പറഞ്ഞുതരാം. മെക്സിക്കോയിൽ ടൂറിസ്റ്റ് സൈറ്റിൽ നിന്നൊക്കെ മാറി ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളും ഇത്രയും വലിയ ജംഗിളും അതിലെ വൈൽഡ് ലൈഫ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ബക്കലാർ മുതൽ വലതോട് പോകുന്ന ഈ ഒരു റോഡ് ട്രിപ്പ് ത്രൂ ആണ്. അങ്ങനെ ഈ 300 കിലോമീറ്ററുള്ള ട്രിപ്പിൽ ഞങ്ങളൊക്കെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ നമ്മുടെ ഡ്രൈവർ അമ്രാൻ വെർസ്റ്റാപ്പൻ പൊട്ടിച്ചതാണ് നേരത്തെ പറഞ്ഞ പടക്കം. വെൽക്കം ടു മെക്സിക്കോ സീരീസ് എപ്പിസോഡ് 4. ഈ എപ്പിസോഡിൽ യൂഷ്വൽ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നിന്ന് മാറി ഇവിടുത്തെ കോമൺ ആളുകളുടെ വേൾഡിലോട്ട് നമ്മൾ ഇന്ന് പോകുന്നത്. പല ആളുകൾക്കും മെക്സിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൽസ് ആൻഡ് ഡ്രഗ്സ് ഒക്കെയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. പക്ഷെ ഞങ്ങൾ പരിചയപ്പെട്ട മെക്സിക്കൻസ് എല്ലാം നൈസ് ആയിരുന്നു. ആകെ കണ്ടത് എല്ലാ മുക്കിലും പോലീസും മിലിറ്ററി ആയിരുന്നു. ഇനി ഇവരായിരിക്കും ഇവിടുത്തെ കാർട്ടൽസ്. കയ്യിലെ തോക്കും സെറ്റപ്പും കണ്ടപ്പോ സംശയം തീർക്കാൻ പോയില്ല. പോകുന്ന വഴിക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. പല ഫേമസ് സൈറ്റുകളിൽ നിന്നും മാറി മായൻ ഹിസ്റ്ററി ആൻഡ് അവരുടെ ബിൽഡിങ്സ് ഒക്കെ തിരക്കില്ലാതെ ചീപ്പായി കാണാൻ പറ്റിയ ഒരു സ്പോട്ട്. പിന്നെ ഈ റോഡിലൂടെ പോകുവാണെങ്കിൽ 300 കിലോമീറ്റർ ഫുൾ ജംഗിളാണ്. അതുകൂടാതെ കുറെ വൈൽഡ് ലൈഫ് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണാം. സത്യം പറഞ്ഞാൽ ഈ റോഡിലൂടെ ഓടിക്കുമ്പോൾ നാട്ടിലൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. ഉൾഗ്രാമങ്ങളിലൊക്കെ കണ്ടുവരുന്ന കുറെ കുട്ടി വീടുകളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കുറെ ആളുകളൊക്കെയാണ് കാണാൻ പറ്റിയത്. ഇതൊക്കെയാണ് മെക്സിക്കോയുടെ ട്രൂ ലൈഫ്. വലിയ ഹോട്ടലുകളും റിസോർട്ടുകൾക്കും പുറത്തുള്ള പച്ചയായ ജീവിതം. അപ്പൊ മെക്സിക്കോയിലെ ഒരു വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ വലതോളിൽ ചെന്ന് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.